ഹലോ ഗൈസ്, സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ലോങ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ചധികം കാലമായില്ലേ. സോ ഇന്നൊരു ലോങ് വീഡിയോ ആവാം. അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള നീളമൊക്കെ ഉണ്ടാവുമോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പോകുന്നത് ഗൈസ്, ഇറച്ചി മേടിക്കാനാണ്. എന്തിറച്ചി മേടിക്കണമെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ പോവുകയാണ്. ഞാനിത് പോയി തുടങ്ങിയിട്ട് ഐ തിങ്ക് ഞാനിപ്പോൾ 2 പ്രാവശ്യമൊക്കെ അങ്ങനെ ചിക്കൻ മേടിക്കാനായിട്ട് പോയിട്ടുള്ളൂ. ആൻഡ് ഞാനെപ്പോഴും എൻ്റെ അടുത്ത് ഒരാൾ എന്താണ് ലൈഫിലെ ഡ്രീം എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോൾ വിമൻ മെൻ തമ്മിൽ ഇനിക്വാളിറ്റി ക്വാളിറ്റിയുടെ റോൾസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയില്ല ഇന്ന ജോബുകൾ, അതായത് ഇന്ന വീട്ടിലെ കാര്യങ്ങൾ ആണുങ്ങൾക്ക് ചെയ്യാനേ മീൻസ് അവരാണത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മേത്ത് ഇമ്പോസ് ചെയ്തേക്കാണ് കുറേ കാര്യങ്ങൾ. ആൻഡ് അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കടയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ആണുങ്ങളുടെ മീതിക്കായിരിക്കുമല്ലേ. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ആസ് എ വുമൺ ഐ ഷുഡ് ഓൾസോ ഡു ആസ് ഐ ആം ഇൻഡിപെൻഡൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും എനിക്കത് പ്രശ്നമില്ല. പോസ് ചെയ്യുന്ന പല ആൾക്കാരെയും കാണുമ്പോഴാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് കോൺട്രവേഴ്സിയുള്ള ടോക്കാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, വീടുകൾ കുറവായിട്ടുള്ള ഭാഗമായതുകൊണ്ടും ഓക്കെ ഐ ക്യാൻ ടോക്ക്. ആൻഡ് എൻ്റെ എല്ലാ ചിന്താഗതിയും ശരിയാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. ഇപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഐ ഹാവ് ടു ഇൻഡിപെൻഡൻറ്റ്. എന്താ പറയുക, ഇപ്പോൾ ബോയ്സ് ആണല്ലോ, അല്ലെങ്കിൽ അവരാണല്ലോ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന ആ ഒരു ഉള്ളിലും മറ്റേ കിടക്കുന്ന ഒരു കരടുണ്ടാവില്ലേ, ആ ഒരു സാധനം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ മെജോറിറ്റി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് ചെയ്യണം. ഡെഫിനറ്റ്ലി എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്, അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെയാണ്. അപ്പം നമുക്ക് ഇറച്ചി മേടിക്കാൻ പോകാം ഗൈസ്. ഇറച്ചിന്ന് ഞാൻ ഡെഫിനറ്റ്ലി പറയുന്ന ഒരു കൺഫ്യൂഷനുണ്ട്, ഒന്നെങ്കിൽ പോർക്ക് മേടിക്കണം അല്ലെങ്കിൽ ചിക്കൻ മേടിക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം എന്ത് മേടിക്കണമെന്ന്. അമ്മേനെ വിളിച്ചു വെച്ചിട്ട് തിരിച്ചാ വഴികളിലൂടെ ഞാൻ യാത്രയാവുന്നു. എന്താണ്, നമ്മൾ ചിക്കൻ മേടിച്ചു, ചിക്കൻ ഉണ്ട്, പിന്നെ പച്ചമുളക് അത് സാധനങ്ങളൊക്കെ ഉണ്ടേ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ചുമ്മാ ഷേക്ക് അടിക്കാൻ പാല്, ചെറുപഴം, ബൂസ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ആപ്പിളണ്ടി മേടിക്കാൻ കുഴപ്പമില്ല, എനിക്ക് തിരിച്ചെടുക്കാം. ഞാൻ കേട്ടിച്ചു അത്യാവശ്യം നടക്കാണ്ട് കേട്ടോ. ലൈസൻസ് എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്, സമയമില്ല അപ്പോൾ, അതാണ് അടുത്ത പ്രശ്നം. ഇന്ത്യണിൽ കണ്ടിട്ട് നോക്കാം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്ന ലൈസൻസിൻ്റെ കാര്യം കേട്ടോ. Hey boobs! So once again welcome back to my YouTube channel. So today നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ്. സോ ഇപ്പോൾ സമയം രാവിലെ 6:45. ഞാൻ എന്താ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടാണ് കോളേജിലേക്ക് പോവാണ് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക്. നമ്മൾ ഇങ്ങനെ നടക്കുന്ന ആ മൊമെൻറ്റ്സിലാണ് നമ്മൾ എന്തൊക്കെ എടുക്കാൻ മറന്നു എന്ന് ചിന്തിക്കുന്നത്. സോ ഞാനെങ്ങനെയാണ് കേട്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലിൻ്റെ അലൈനർ എടുത്തു എന്നൊരു സംശയം എനിക്ക്. എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ലിറ്ററലി ഐ തിങ്ക് എടുത്തില്ല. പോട്ടെ, ഒരാഴ്ച അലൈനർ ഇല്ലാണ്ടിരിക്കാല്ലേ. പിന്നെന്താണ്, പിന്നൊന്നുമില്ല, നടക്കുവാണ്. 7:10 ആകുമ്പോൾ ട്രെയിൻ, 7:10 മറ്റേ ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ, അതിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പം നമുക്ക് അമ്മോ ഇത്രയും ഓടിക്കാതെ വെച്ചാൽ ഞാൻ ഈ അടുത്തൊന്നും എങ്ങോട്ടും ഓടിച്ചില്ല. വേറൊന്നുമല്ല, ട്രെയിനിൻ്റെ എത്തി ആ ഒരു അവസ്ഥയായിരുന്നു. വേഗം പോയി ടിക്കറ്റ് എടുക്കുകയല്ല, അതാ ട്രെയിൻ വരികയും ചെയ്തു, ചാടി കയറുകയും ചെയ്ത്. സീറ്റ് പിന്നെ കിട്ടി, അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ കേട്ട് ഒരു ഉറക്കം ഉറങ്ങി. ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പുതുക്കാടാണെന്ന് തോന്നുന്നു കേട്ടോ. ആൻഡ് 8:15 ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പിന്നെ കോളേജിൽ പോയി. 2 ദിവസം ഡിഫറെൻ്റ് ആയിരുന്നു. ഒന്ന് റിലാക്സ്ഡ് ആണെങ്കിൽ ഒന്ന് റഷുള്ള ദിവസമായിരുന്നു.